ധ്വജാരോഹണ ചടങ്ങിനൊരുങ്ങി അയോധ്യ. രാംപഥിൽ തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാവ്യപതാക ഉയർത്തുക. നിരവധി ആചാര്യന്മാരും സന്യാസിമാരും പങ്കെടുക്കുന്ന ചടങ്ങ് പ്രൗഢഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഗുഡ് ഈവനിംഗ്. അയോധ്യ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. അയോധ്യയിലേക്ക് ഇപ്പോൾ ഭക്തജന പ്രവാഹമാണ് അല്ലെ? എന്താണ് അയോധ്യയിൽ കാണാൻ സാധിക്കുന്നത്? ഭവ്യ, വളരെ ഭക്തിസാന്ദ്രമായ വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും ഇപ്പോൾ ഉള്ളത്. കാരണം ഞാനിപ്പോൾ ഉള്ളത് രാമജന്മഭൂമിയിലാണ്, വളരെ പുണ്യ നഗരമായ അയോധ്യയിലാണ്. ഇവിടേക്ക് പ്രശാന്തിന്റെ ക്യാമറയിൽ കൂടിയുള്ള ദൃശ്യങ്ങൾ കാണാം. ഭക്തലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. മറ്റൊന്നുമല്ല, ധ്വജാരോഹണമെന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഈ അയോധ്യ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത് അയോധ്യ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു ക്ഷേത്ര നിർമ്മാണമാണ് ഇവിടെ നടന്നത്. ഈ ക്ഷേത്രത്തിന്റെ പണി 2020 ആരംഭിച്ചു. അതിനുശേഷം 2024 ഇതുമായി ബന്ധപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. രാമലല്ലയുടെ വിഗ്രഹമൊക്കെ സ്ഥാപിച്ചു. ഇവിടെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു 2 വർഷത്തിനകത്ത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമാകും എന്നുള്ളത്. കാരണം വലിയ ക്ഷേത്രമാണ്, വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമായുണ്ട്, മകുടമടക്കം സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തിയാവാൻ അല്പം സമയമെടുക്കും. പക്ഷെ അപ്പോഴും 70 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വലിയ ഒരു ഭാഗം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് തുറന്നു കൊടുത്തത് എന്ന് ഓർക്കണം. അതിനുശേഷം ഇപ്പോൾ 3 നിലകളും പൂർത്തിയായി കഴിഞ്ഞു, മകുടം സ്ഥാപിച്ചു. ഇനി വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകത്തിന് ദിവസമായ മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച നടക്കുന്ന ധ്വജാരോഹണമാണ്. അത് നടത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ട് അതിഗംഭീരമായ ക്രമീകരണങ്ങളാണ് ഭവ്യ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന്, നമുക്ക് ഇതിന്റെ കണക്കൊക്കെ പരിശോധിച്ചാൽ അത്ഭുതകരമായ കണക്കാണ്. ഏതാണ്ട് 60 കോടി തീർത്ഥാടകർ ഇതിനകം തന്നെ ഈ അയോധ്യ നഗരിയിൽ വന്നു മടങ്ങി ഈ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായി തന്നെ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന ഒരു കണക്കായി കൂടി മാറുന്നുണ്ട്. അത്ര അധികം തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ്. ഇപ്പോൾ ഈ സായാഹ്നത്തിലും ഇപ്പോൾ ഇരുട്ട് വീഴുന്നു, നല്ല കാലാവസ്ഥയാണ്. അവിടെയും ഭക്തർ ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളിപ്പോൾ കണ്ടവരിൽ പലരും മലയാളികളായ കോഴിക്കോട്ടുകാരും പാലക്കാട്ടുകാരുമായൊക്കെയുള്ള അനവധി ആളുകളെ ഞങ്ങൾ കാണുകയും അവരോട് സംസാരിക്കുകയും മറ്റും ചെയ്തു. അവരുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് ഈ അയോധ്യയിലെത്തി ഇവിടുത്തെ ഇത്രയും പ്രത്യേകതയുള്ള ക്ഷേത്രം ഒന്ന് കാണുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളിലും മറ്റുമായി എത്തിയ ഉള്ളവരെ നമുക്ക് കാണാം. നവംബർ 25-നാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്, ധ്വജാരോഹണ ചടങ്ങ് നടക്കുന്നത്. ചടങ്ങ് കുറ്റമറ്റതാക്കാൻ എഞ്ചിനീയർമാരും പൂജാക്രമം നിർവഹിക്കുന്ന സംഘങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിഹേഴ്സൽ ക്യാമ്പുകളും മറ്റും നടത്തുന്നുണ്ട്. ത്രികോണാകൃതിയിലുള്ള കാവ്യ നിറത്തിലുള്ള പതാകയാണ് ഇവിടെ ക്ഷേത്രത്തിൽ ഉയർത്തുക. പതാകയുടെ നടുക്ക് ഓം എന്ന ഒരു ചിഹ്നം കൂടി ഉണ്ടാകും. 108 ആചാര്യന്മാർ, ശ്രദ്ധിക്കണം, 108 ആചാര്യന്മാർ. അവരൊക്കെ വരുന്നത് കാശിയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും രാമേശ്വരത്ത് നിന്നും മറ്റുള്ള 108 ആചാര്യന്മാരാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. അത്രത്തോളം പ്രൗഢഗംഭീരമായാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത് എന്നാണ് ഏറ്റവും പ്രത്യേകത. രാമക്ഷേത്രത്തിന്റെ 191 അടി ഉയരമുള്ള ശിഖരമുണ്ട്. ഈ ശിഖരത്തിന് മുകളിലാണ് പ്രധാനമന്ത്രി കാവ്യപതാക ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ അതിനുള്ള ആചാര നടപടിക്രമങ്ങളുണ്ട്. നമുക്കറിയാം, പ്രാൺ പ്രതിഷ്ഠയിലും മുഖ്യാതിഥി ശ്രീ മോഹൻ ഭാഗവതും ഒപ്പം പ്രധാനമന്ത്രിയും മറ്റുമായിരുന്നു. ഈ പ്രധാനപ്പെട്ട ചടങ്ങിലും ഈ ധ്വജ പരിപാടിയിലും പ്രധാനമന്ത്രിയും ഒപ്പം മോഹൻ ഭാഗവതും അടക്കമുള്ളവർ പങ്കെടുക്കുകയും യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയും ഈ പരിസര പ്രദേശങ്ങളും. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ വാഹനങ്ങളുടെ ക്രമീകരണങ്ങളുമായിട്ടൊക്കെ നോക്കിയാൽ വാഹനങ്ങൾ കയറ്റിവിടാത്ത പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ ആളുകളെ ഇങ്ങോട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ അകത്തേക്ക് കയറ്റിവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിന് അയോധ്യ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ 1-2 വർഷം മുമ്പ് കണ്ട ഒരു നഗരമല്ല ഇപ്പോൾ അയോധ്യ. അയോധ്യയുടെ മുഖച്ഛായ പാടെ മാറിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇവിടെ ഒരുപാട് ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു, ഹോട്ടലുകൾ ഉയരുന്നു. ഒരു സിറ്റിയായി, ശരിക്കും ഒരു തീർത്ഥാടക സിറ്റിയായി
വലിയ തോതിൽ വിനോദസഞ്ചാരിയെ ആകർഷിക്കുന്ന ഒരു സിറ്റിയായി അയോധ്യ മാറിയ ഒരു പശ്ചാത്തലമാണ് ഏറ്റവും ശ്രദ്ധേയമായി ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾക്ക് ഇവിടെ തൊട്ടാണ് നമ്മുടെ സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ആരംഭിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു 250 മീറ്റർ ഉണ്ട് ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. അങ്ങോട്ടേ ക്യാമറകളൊന്നും അലൗഡ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളടക്കം നിരവധി ആളുകളാണ് അയോധ്യയിലേക്ക്, രാമജന്മഭൂമിയിലേക്ക് ദിവസവും എത്തുന്നത്. സ്വാഭാവികമായും മറ്റന്നാൾ പ്രധാനമന്ത്രി പതാക ഉയർത്തുമ്പോൾ കർശന നിയന്ത്രണം ഉണ്ടാകും. അയോധ്യയിലടക്കം, അയോധ്യയ്ക്ക് സമീപമടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക്, ഭക്തർക്ക് ആ സമയത്ത് അങ്ങോട്ട് വിലക്കുണ്ടോ? അവരുടെ അറിവിലേക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഈ ക്ഷേത്രത്തിലെ ദർശന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് ഭവ്യ. കാരണം നേരത്തെ 15 മണിക്കൂർ മാത്രമായ ദർശന സമയമെങ്കിൽ ഇപ്പോൾ അത് 18 മണിക്കൂറായി വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഭക്തലക്ഷങ്ങളുടെ ഒരു വരവ് ഒക്കെ പ്രമാണിച്ചാണ് ഇത്ര അധികം ആളുകളെ കയറ്റിവിടാനുള്ള ഒരു സമയക്രമമൊക്കെ വർദ്ധിപ്പിച്ചു. അപ്പം പൂജകളുടെ കാര്യത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. നമുക്ക് ചിലരോടൊക്കെ ഇന്ന് സംസാരിക്കാം. ഫ്രം വെയർ? I'm from Gujarat. Gujarat. You're coming for first time here? Yeah, first time. How do you feel about the mandir? Yeah, amazing infrastructure, services अच्छी है. I mean roads अच्छे हैं और अभी सब कुछ मिल रहा है. लाइक हम लोग आए थे ये वर्डिक्ट से पहले तब कुछ नहीं था. अब तो बहुत कुछ चेंज हो ये गया. मंदिर का कंप्लीशन के पहले आया है? हाँ, जब पूरा वर्डिक्ट चल रहा था उससे पहले उससे वे बैक मे बी इन 2021. अब तो कैसा अंदर जाके पूरा देखा? नहीं, अभी हम लोग जा रहे हैं. हम लोग वेट कर रहे हैं अपने रिलेटिव्स का. वेट कर रहे हैं. ओके, गुजरात से आ रहे हैं. गुजरात से. नरेंद्र मोदी का हाँ, वो बड़ौदा से ही है. हमने बड़ौदा से जीता था ना पहले. अच्छा अच्छा, वो आ रहे हैं परसों? हाँ, कल परसों आ रहे हैं. इसलिए आज आना पड़ा, वरना हम लोग बाद में आना. किधर से है भैया? यूपी से ही है. यूपी से. कैसा लग रहा है आपका यूपी? अयोध्या बहुत बदल गया. एक नंबर अयोध्या तो अभी बहुत अच्छा है. हाँ, बहुत अच्छा सुविधा साधन सब आना जाना देखभाल बहुत अच्छे से हो रहा है. पहले आपने अयोध्या में आया है इसके पहले? नहीं, अभी फर्स्ट टाइम. फर्स्ट टाइम है. अंदर गया? हाँ, अंदर अभी जा रहे हैं. जा रहे हैं? जाने के लिए बहुत शौक हो रहा है. अरे तो दिखने के लिए. अच्छा, नाम क्या है? अजीत सिंह. हाँ, इससे. हाय, नमस्कार. सर किधर से? इधर गोंडा से, हाँ, वजीरगंज गोंडा. हाँ. ये क्यों पहना रहा है? ये नागेश्वरनाथ मंदिर में जलाभिषेक किए हैं, हाँ. तो वहाँ पुजारी जी ने हमको दिया है, मतलब पहनाया है. हाँ. माला वही. ये पहनकर अयोध्या देखने के लिए आया मंदिर में. इसलिए जी 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 जी. अच्छा, कैसा लग रहा है इधर अयोध्या का? बहुत चेंज हो गया ना? बहुत ज्यादा डेवलपमेंट है और बहुत ज्यादा जो है परिवर्तन हो गए हैं. यदि 4-6 महीने ना आओ तो लगता नहीं, मतलब ऐसा लगेगा कि हम कहाँ आ गए हैं. हर जगह चारों तरफ चेंजिंग आ रही है. ये हमारे यशस्वी प्रधानमंत्री नरेंद्र मोदी की देन है, योगी जी की देन है, जिनकी दृष्टि, जिनका जो है मन पूरी तरीके से अयोध्या में लगा हुआ है और वो पूरी तरीके से इसकी मॉनिटरिंग भी करते हैं, आते भी हैं और देखते भी हैं. विकास कार्यों पर उनकी नजर भी रहती है और उनके ही कार्यकाल में ये संभव हो पाया है. ऐसा किसी प्रधानमंत्री और मुख्यमंत्री के शासन में ऐसा संभव नहीं था कि इस तरीके का भव्य मंदिर का निर्माण, इस तरीके का डेवलपमेंट, इस तरीके का विकास अयोध्या में हो पाएगा. ऐसा किसी भी मुख्यमंत्री और प्रधानमंत्री से हम लोग उम्मीद नहीं करते थे. अच्छा. ये केवल इन्हीं से संभव था और भगवान ने उनको कुर्सी पे बैठाया भी इसीलिए. और उनके हाथों ये 25 तारीख वाला कार्यक्रम भी होने जा रहा है, जो ध्वजारोहण का कार्यक्रम होने जा रहा है, वो ये प्रभु की इच्छा से होने जा रहा है. ये हमारे आपके चाहने से नहीं हो रहा है. वो जिनके हाथ से ध्वजारोहण कराना चाहते हैं, ऐसा ही हो रहा है, ऐसा ही हो रहा है. जिनके हाथ से जो है उस पे पताका धर्म ध्वज की लहराने का जो है सौभाग्य प्राप्त करते कराते हैं, वही उस पे जो है इसका सौभाग्य पाते हैं. അതാണ് ഈ ആളുകളില് ഒരു ഭക്തിയോടുകൂടി തന്നെ, അത് ഈ പ്രധാനമന്ത്രി വരുന്നതിനെയൊക്കെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. നമുക്ക് ഞാൻ നേരത്തെ ഭവ്യ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വന്നാൽ
ഇന്ത്യയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന ഒരു ക്ഷേത്രമായി വളരെ പെട്ടെന്ന് അയോധ്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 2 വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ 28,000 ചതുരശ്ര അടി ഉയരത്തിൽ വിസ്തൃതിയിൽ 161 അടി ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം. അതിന് മുകളിൽ മകുടം സ്ഥാപിക്കുന്നു. അതിനുശേഷം ഈ മകുടത്തിന്റെ മുകളിൽ ധ്വജം സ്ഥാപിക്കുന്ന പശ്ചാത്തലം, അതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. പ്രാൺ പ്രതിഷ്ഠ പോലെ തന്നെ ഈ ധ്വജപ്രതിഷ്ഠയും ധ്വജം ഉയർത്തുന്നതും മറ്റും വലിയ തോതിൽ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അയോധ്യ. ഫ്രം यूपी? आई एम यूपी। आपने पहले बार आया है अयोध्या में? जी पहली बार आया है। अब तो पूरा कंप्लीशन हो गया। जी बहुत अच्छा। भगवान जय श्री राम। हमेशा आ रहा है इधर? बस आएंगे, हमेशा आएंगे, प्रभु की कृपा रहेगी आप लोगों की। अयोध्या तो बहुत बदल हो गया। बहुत बदल गया। बहुत विकास हुआ है। हर मोदी घर അതാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്ര നഗരിയായി അയോധ്യ മാറി എന്നുള്ളതാണ്. നേരത്തെയൊക്കെയുള്ള കണക്കുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതാണ്ട് 60 കോടി ആളുകൾ ഇതിനകം വന്നുപോയി എന്നുള്ളതാണ് ഇവിടുത്തെ തീർത്ഥ ട്രസ്റ്റ് നൽകുന്ന ഒരു കണക്ക് എന്നുള്ളതാണ്. ഓരോ ദിവസവും 2 ലക്ഷം എന്നായിരുന്നത് ഇപ്പോൾ 3 ലക്ഷത്തിനടുത്ത ആളുകൾ പല ദിവസങ്ങളിലും പ്രധാനപ്പെട്ട അവധി ദിവസങ്ങളിലും മറ്റും ഇവിടെ വന്നു പോകുന്നു എന്നുള്ള ഒരു കണക്ക് കൂടിയുണ്ട്. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും അയോധ്യ അതാണ്. രഞ്ജിത്ത്, ഇതിനു മുൻപ് പ്രാൺ പ്രതിഷ്ഠയുടെ സമയത്തും രഞ്ജിത്തും നമ്മുടെ ന്യൂസ് 18 സംഘവും അയോധ്യയിലുണ്ടായിരുന്നു. അയോധ്യയിൽ നിന്ന് നമ്മൾ തത്സമയം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നും ഇപ്പോഴിതാ ധ്വജ ആരോഹണം നടക്കുന്ന സമയത്തും മറ്റന്നാൾ കൃത്യമായി ആ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രഞ്ജിത്തും സംഘവും അവിടെ, നമ്മൾ ന്യൂസ് 18 സംഘം അവിടെ ഉണ്ട്. ഇന്ന് മുതൽ നമ്മൾ തത്സമയ റിപ്പോർട്ടിംഗ് അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇടവേളയ്ക്ക് ഉള്ളിൽ, അതായത് പ്രാൺ പ്രതിഷ്ഠ മുതൽ ഈ ധ്വജാരോഹണ ചടങ്ങ് വരെയുള്ള ഇടവേളയ്ക്കുള്ളിൽ രഞ്ജിത്തിന് എന്തൊക്കെ മാറ്റമാണ് അയോധ്യയിൽ കാണാൻ സാധിച്ചത്? തീർച്ചയായും നേരത്തെ ഈ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ നമ്മളൊക്കെ ഇവിടെ വരുന്നപ്പോഴും നമ്മൾ അതിന് തിരിച്ച് കേരളത്തിൽ എത്തിയപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താ, നിങ്ങൾ ഈ പണി പൂർത്തിയാക്കാത്ത ക്ഷേത്രമാണോ തീർത്ഥാടകർക്കായി തുറന്നു കൊടുത്തത് എന്നുള്ളതാണ്. ഭവ്യയ്ക്ക് ഓർമ്മയുണ്ടാകും, ഈ ക്ഷേത്രത്തിനകത്ത് ആദ്യം കടന്ന, നമ്മൾ അകത്ത് കയറി പ്രേക്ഷകരെ കാണിച്ച ക്യാമറ സംഘം നമ്മുടെ ആയിരുന്നു. ഒരുപക്ഷെ ന്യൂസ് 18 തന്നെയാണ് കേരളത്തിൽ ആദ്യമായി അയോധ്യ ക്ഷേത്രത്തിന്റെ ഉൾവശം പ്രേക്ഷകർക്കായി പകർത്തുകയും പുറത്ത് കാണിക്കുകയും ചെയ്തു. അവിടെ തന്നെ നമുക്കറിയാം, ഈ പണി തീരാതിരിക്കുന്നതിന്റെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത തരത്തിൽ അത്രത്തോളം പ്രൗഢഗംഭീരമായി ഇതിന്റെയൊക്കെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, അതിനൊക്കെ ഓരോ പ്രത്യേകതയുണ്ട്. വർഷങ്ങൾ എടുത്തുള്ള പലതരത്തിലുള്ള പ്രതിഷ്ഠകളാണ്. ഇവിടെ സിമന്റ് കമ്പി ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങളൊന്നുമില്ല. ഈ വാസ്തുശില്പകലയുമായി ബന്ധപ്പെട്ട് ഈ ചോള രാജാക്കന്മാരുടെ കാലത്ത് തരത്തിലുള്ള ഇതൊരു തമിഴ്നാട് കൾച്ചർ, അത് ചെന്നൈ കൾച്ചറൊക്കെ ചേരുന്ന ചില വാസ്തുശില്പ രീതികളാണ്. അതൊക്കെ നിർമ്മാണത്തിന് നിരവധി കാലങ്ങളെടുക്കും. അതുകൊണ്ടാണ് അന്ന് 2024 പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ 2020 തറക്കല്ലിട്ട ക്ഷേത്രമാണ്. 2024 പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ജനുവരി മാസത്തിലായിരുന്നു കടക്കുകയും അത് അത്തരത്തിൽ ഭക്തർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വന്ന അത്ഭുതകരമായ മാറ്റങ്ങളാണ്. ഇതൊരു ഒരു വലിയ സഞ്ചാരമൊന്നുമില്ലാത്ത, അധികം റോഡുകളൊന്നുമില്ലാത്ത ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. ചേരികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ഗ്രാമമേഖലയാണ് അയോധ്യ. ഇപ്പോഴും നമുക്കിതിന്റെ ഔട്ട്സ്കേർട്സിലൊക്കെ ചെന്നാൽ ഈ ചേരികളൊക്കെ കാണാൻ സാധിക്കും, ഭവ്യ, സംശയമില്ല. പക്ഷെ അപ്പോഴും ഇവിടുത്തെ ആളുകളുടെ ജീവ നിലവാരം വല്ലാതെ മാറി എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. നല്ല നല്ല റോഡുകൾ വന്നു. റോഡുകൾ എന്ന് പറഞ്ഞാൽ മനോഹരമായ, ഇപ്പൊ രാം പത്ത് എന്ന് പറയുന്ന ഒരു 2-2.5 കിലോമീറ്റർ ഇവിടെ നിന്ന് നമ്മുടെ ലതാ ഘട്ട് വരെ പോകുന്ന, ലതാ മങ്കേഷ്കറുടെ പേരുള്ള ഒരു ഘാട്ടുണ്ട്. ആ ലതാ ഘട്ട് വരെ പോകുന്ന ലതാ ചൗക്കുണ്ട്. ലതാ ചൗക്ക് വരെ പോകുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഈ 2-2.5 കിലോമീറ്റർ സമയം എടുക്കും, 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടേക്ക് റോഡുകൾ കണ്ടാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ ഇവിടെ ഉയർന്നു വന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ റോഡുകളുടെ ഒരു ഭംഗി തന്നെ, അതിന് 2 വശത്തും വലിയ വലിയ കെട്ടിടങ്ങൾ വരുന്നു, വലിയ വലിയ ഹോട്ടൽ ശൃംഖലകൾ ആരംഭിക്കുന്നു, മൾട്ടിനാഷണൽ ഹോട്ടലുകളൊക്കെ തങ്ങളുടെ ശാഖകൾ ആരംഭിക്കുന്നു, എല്ലാ ബാങ്കുകൾക്കും ATM കൗണ്ടറുകൾ വരുന്നു, ബാങ്കുകളുടെ ശാഖകൾ ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി, അതായത് ഒരു പരാതിയുമില്ലാതെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു എക്സ്പെൻസീവായിട്ട് ഈ കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. മറ്റു പല നമ്മുടെ ഈ സിറ്റികളിലുമൊക്കെ ഉള്ളതുപോലെ ഹോട്ടൽ റൂമിനായാലും ഭക്ഷണത്തിനായാലും വലിയൊരു തുക ഈടാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം ആവരുത് എന്ന് ആദ്യം മുതൽ തന്നെ ഇവിടുത്തെ ഭരണകൂടത്തിന് നിഷ്കർഷയുണ്ടായിരുന്നു. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴും വ്യാപാരികൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന്
മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സാധാരണ തീർത്ഥാടനം സംബന്ധിച്ചിടത്തോളം ട്രെയിൻ മറ്റൊരു കാര്യം ഇവിടുത്തെ എയർപോർട്ടാണ്. ഞാനും പ്രശാന്തും ഇന്നിപ്പോൾ ആ എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങിയത്. വാത്മീകി എയർപോർട്ട് ആണ് അയോധ്യ എയർപോർട്ടുമായി ബന്ധപ്പെട്ട വാത്മീകിയുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടുള്ളത്. ആ എയർപോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടായി മാറിയിട്ടുണ്ട്. അവിടേക്കും മിക്ക വിമാന കമ്പനികളും തങ്ങളുടെ സർവീസുകൾ ആരംഭിച്ച ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. മനോഹരമായ ഒരു എയർപോർട്ടായി, വലിയ ഡൽഹി പോലെയൊന്നും വലിയ എയർപോർട്ട് അല്ലെങ്കിൽ പോലും ഉള്ള സ്ഥലത്ത് മനോഹരമായ ഒരു എയർപോർട്ടായി, എല്ലാ സംവിധാനങ്ങളുള്ള എയർപോർട്ടായി അത് മാറിക്കഴിഞ്ഞു. രഞ്ജിത്ത്, അതേപോലെ തന്നെ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് രാജ്യത്തെ തന്നെ വലിയൊരു ടൂറിസം സാധ്യത കൂടിയാണ് ഈ രാം മന്ദിർ തുറന്നു വെക്കുന്നത് എന്ന് തന്നെയാണ്. അങ്ങനെയല്ലേ? അതോടൊപ്പം തന്നെ അയോധ്യ എന്തായാലും പൂർണ്ണമായും വീണ്ടും ഒരു ഉത്സവ ലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്, അല്ലേ? ദർശന സമയം വർദ്ധിപ്പിച്ചത്. നേരത്തെ രാവിലെ 7 മണിക്ക് തുറന്നിരുന്ന ക്ഷേത്രം അത് 1 മണിക്കൂർ കൂടി വർദ്ധിപ്പിച്ച് അത് രാവിലെ 6 മണിക്ക് ക്ഷേത്രം തുറക്കും. അതിനുശേഷം രാത്രി 10 മണി വരെ കണ്ടിന്യൂസ് ആയി ദർശനമാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ക്ഷേത്രങ്ങൾ തിക്കോ തിരക്കോ ഒന്നുമില്ലാതെ വളരെ ക്രമീകൃതമായി തന്നെ സംഗതികൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഏറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും രഞ്ജിത്ത്, ഞാൻ പറയുകയായിരുന്നു, ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞതിൽ നമുക്ക് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസം സാധ്യത കൂടി തുറന്നു വെക്കുന്ന ഒന്നായി രാം മന്ദിർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം വീണ്ടും അയോധ്യ വീണ്ടും ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അയോധ്യയിലെ ഉത്സവാന്തരീക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് എങ്ങനെയാണ് ഇവിടുത്തെ ഭരണകൂടവും ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൊണ്ടുപോയത്, ആ തരത്തിൽ തന്നെ ഇത്തവണയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ധ്വജം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കൂടി സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഈ അയോധ്യ നഗരം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ഈ പൂജകളും മറ്റുമായി ബന്ധപ്പെട്ട് അയോധ്യ ആരതി സമയമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇതിന്റെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ഇവിടെ ഈ 151 വേദവിദ്യാർത്ഥികൾ കാവ്യ പതാകകളുമായി അണിനിരന്ന് തന്നെയാണ് ഈ കലശയാത്ര അടക്കം ആരംഭിച്ചത്. ചടങ്ങിന് തുടക്കം കുറിച്ചുള്ള കലശയാത്ര ആരംഭിച്ചത്. പിന്നീട് ഈ നിരവധി പരമ്പരാഗത കലശപൂജകൾ ഉണ്ടായിരുന്നു. ധർമ്മധ്വജ യാഗമണ്ഡപത്തിൽ അത് പ്രധാനമായി ബന്ധപ്പെട്ട പൂജകൾ നടത്തി. ഗണേശ പൂജ, പഞ്ചാംഗ പൂജ, ഷോഡശ മാതൃകാ പൂജ, യോഗിനി പൂജ, ക്ഷേത്രപാല പൂജ, വാസ്തുപൂജ, നവഗ്രഹ പൂജ തുടങ്ങി നിരവധി പൂജകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതിപ്പോഴും ഈ പൂജകൾ തുടരുകയാണ്. കാരണം മറ്റ് ദിവസങ്ങളിലൊന്നുമില്ലാത്ത തരത്തിലുള്ള പ്രത്യേകതകളും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത്തരത്തിലുള്ള പൂജകളും മറ്റും നേരത്തെ പറഞ്ഞ കാശിയിൽ നിന്നും രാമേശ്വരത്ത് നിന്നും മറ്റും വന്ന ആചാര്യന്മാർ നേതൃത്വത്തിലുള്ള പൂജാ വിധികളും പൂജാ കർമ്മങ്ങളും മറ്റുമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് 25-ന് പ്രധാനമന്ത്രി എത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുകയും മറ്റും ചെയ്യുന്നത്. വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ ഒരുക്കങ്ങൾ ഇവിടെ മണ്ഡപങ്ങളടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള വലിയ ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയോധ്യയുടെ സമസ്ത മേഖലകളിലും വലിയ വികസനം സാധ്യമാക്കിക്കൊണ്ടുള്ള ഒരു മന്ദിര നിർമ്മാണം എന്നുള്ളതാണ്. ഒപ്പം ഉത്തർപ്രദേശിന്റെ ടൂറിസം രംഗത്തും ഉണ്ടായ ഉണർവ് ചെറുതല്ല. ഉത്തർപ്രദേശിന്റെ ടൂറിസം വരുമാനത്തിന്റെ ഏതാണ്ട് 25%, കാൽഭാഗത്തോളം ഇപ്പോൾ അയോധ്യ സമ്മാനിക്കുന്നതാണ് എന്നുള്ള ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. ഭാവി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കഹാസെ ഇധർ സെ यूपी से आप अंदर गया मंदिर का अंदर पूरा काम फिनिश हो गया? पूरा काम फिनिश हो गया. थोड़ा बहुत जो बाकी है 10-20% वो चलता रहेगा. इतना बड़ा स्थान है, इतना बड़ा मंदिर है, ये तो काम थोड़ा चलता रहेगा. लेकिन बहुत ही भव्य मंदिर है. अपने इंडिया का क्या कहेंगे, इसको वर्ल्ड का कहेंगे. हमारे हिंदुत्व का गर्व का विषय है. आप अयोध्या का है? अयोध्या का. कैसा लग रहा है इधर का चेंजिंग तो क्या कहना है. चेंजिंग सीधे नीचे का ऊपर है. एकदम आकाश और पताल का जितना अंतर होता है उतना अंतर है. पहले छोटा गाँव था. पहले एक छोटा गांव था, कुछ नहीं था यहाँ पे. यहाँ पे तो कुछ नहीं था. एक सुग्रीव किला का ये स्थान था, उसको तोड़ के बनाया गया है. यहाँ कुछ नहीं था एकदम. अभी तो बिल्कुल एकदम, मतलब क्या बताएं आपको. अच्छा रोड आ गया, अच्छा रोड आ गया, हॉस्पिटल हो गया, होटल्स हो गया. होटल तो हजारों में हो गए हैं. पहले 1-2 थे. एक बिरला मंदिर था और एक ये जैसे कनक भवन था वहाँ पे. बस 2-3 थे. उसके बाद तो कुछ नहीं था. अभी तो अब हजारों में है. कहने की बात नहीं है. जितने भी आदमी आए वो भी कम पड़ते हैं अयोध्या में.
पूरा उनके रहने की व्यवस्था है। गाँव वाले बहुत खुश में, गांव वाले बहुत खुश में हैं, यहाँ के लोकल आदमी जो हैं वो पूरा खुश में हैं, बहुत अच्छे से हैं, बहुत शांति से हैं। ये हमारे जो राज्य का जो मुखिया हैं, मुख्यमंत्री जी हैं, हमारे माननीय योगीनाथ जी, वो प्रभु का रूप है, भगवान उनको लंबी आयु दे, यही ठाकुर जी से प्रार्थना करते हैं। ഓക്കെ 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 അപ്പൊ അങ്ങനെയാണ് എല്ലാവരും വളരെ ഇപ്പോൾ ഈ അയോധ്യ നിവാസിയായ അദ്ദേഹമാണ് നമ്മൾ സംസാരിച്ചത്. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ കൺമുമ്പിൽ വരുന്ന മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ വളരെ വലിയ തോതിൽ അവർ പങ്കുവെക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഭവ്യ രഞ്ജിത്ത്, ചെറിയ രീതിയിൽ ഇരുട്ട് വീണ് തുടങ്ങിയല്ലേ അയോധ്യയിൽ? എനിക്ക് തോന്നുന്നു പ്രശാന്ത് മംഗലശ്ശേരിയുടെ ക്യാമറയിൽ നമ്മൾ ആ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ സുന്ദരിയാകും അയോധ്യ അല്ലേ? അതെ, ഈ കുറച്ചുകൂടി ദീപാലങ്കൃതമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നാളെയൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ ഒരു പൂർണ്ണ സജ്ജീകരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളന്ന് ഈ പ്രാൺ പ്രതിഷ്ഠാ ദിവസമൊക്കെ ഇവിടെ വന്നപ്പോൾ മൊത്തം പൂക്കൾ കൊണ്ട് നിറച്ച ഒരു അയോധ്യയാണ്. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അത് നാളെ കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം. നാളെയും മറ്റന്നാളും ഇവിടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ വലിയ ഉത്സവ അന്തരീക്ഷമായിരിക്കും. നമ്മുടെ ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ, ഗ്രാമങ്ങളിലെ, ക്ഷേത്രങ്ങളിലെ ഉത്സവമൊക്കെ നമ്മുടെ നാടിനേക്കാളൊക്കെ കുറച്ചുകൂടി അവർ കളർഫുൾ ആക്കുന്ന ആളാണ് എന്നൊക്കെ നമുക്കറിയാം. അത് ആ തരത്തിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പൊ തൊട്ടുപുറകിൽ പ്രശാന്തിന്റെ ക്യാമറ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ പൂക്കളൊക്കെ ഇട്ട് ആരംഭിച്ചു കഴിഞ്ഞു. പൂക്കളൊക്കെ ഇട്ട് അവിടെ പ്രധാനപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ഇപ്പൊ ഇന്നും നാളെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ പൂക്കൾ നിറയുമെന്നുള്ളതാണ്. ഇപ്പോൾ അതിന്റെ പണി ഹനുമാൻ സ്വാമിയുടെ ചിത്രം, ഹനുമാൻ സ്വാമിയെ പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കാഴ്ച നമുക്കറിയാം. ശ്രീരാമഭക്ത ഹനുമാൻ, അദ്ദേഹത്തിന്റെ സ്ഥാനം തൊട്ടപ്പുറത്ത് ഹനുമാൻ ഗഡിയുണ്ട്. അവിടെ വലിയ തോതിലുള്ള ഇവിടെ വരുന്ന ആളുകളെല്ലാം അവിടെ പോയി തൊഴുതിട്ടാണ് മടങ്ങി വരുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ രൂപത്തിൽ ആദ്യം ഇവിടെ പൂക്കൾ കൊണ്ട് മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള കലാകാരന്മാരായ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഇവരുടെയൊക്കെ കരവിരുത്, ഇവരുടെയൊക്കെ എന്താണ് അവരുടെ മനസ്സിലെ വളരെ വലിയ തോതിലുള്ള ചിത്രങ്ങൾ, അവരുടെ കലാപരമായ കഴിവുകളൊക്കെ വരും മണിക്കൂറുകളിലും നമുക്ക് കാണാം എന്നുള്ളതാണ്. അത് നാളെയും മറ്റന്നാളും ഒക്കെ ആയി ഗംഭീരമായി ഇത്തരം കാര്യങ്ങൾ ഇവിടെ നമ്മളെന്തായാലും തത്സമയം അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. രഞ്ജിത്ത്, 25-ാം തീയതി അതായത് മറ്റന്നാളാണ് ഈ ധ്വജാരോഹണ ചടങ്ങ് നടക്കുന്നത്. അതിനായി പൂർണ്ണമായും അയോധ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരുങ്ങി കഴിയാറായിരിക്കുന്നു. അവിടുത്തെ വിവരങ്ങൾ നമ്മൾ കൃത്യമായി അറിയുന്നു. അന്നത്തെ ദിവസം അതായത് മറ്റന്നാൾ എന്തൊക്കെയാണ് പ്രധാനമായും അവിടെ നടക്കാൻ പോകുന്ന ചടങ്ങുകൾ രഞ്ജിത്ത്? മറ്റന്നാൾ ഈ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പ്രശാന്ത് അവിടെ ആണിയുണ്ട്, ചവിട്ടരുത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് തന്നെയാണ്. പ്രശാന്തിന്റെ സുരക്ഷിതത്വം കൂടെ നമ്മൾ നോക്കണമല്ലോ, 3 ദിവസം ഇവിടെ വേണ്ടതാണ്. അപ്പോ ഈ പ്രധാനമന്ത്രി 191 അടിയാണ് ഇതിന്റെ മകുടം കൂടി വരുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത. ഭവ്യ 191 അടിക്ക് മുകളിലാണ് ഈ ധ്വജം ഉയർത്തുക. അതാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അവിടെയാണ് പ്രധാനമന്ത്രിയാണ് ധ്വജം ഉയർത്തുക എന്നുള്ള ചടങ്ങ് നിർവഹിക്കുന്നത്. അവിടെ ആചാര്യന്മാരുടെ അടക്കമുള്ള സാന്നിധ്യം ഉണ്ടാകും. 151 ആചാര്യന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾക്കും തയ്യാറെടുപ്പുകൾക്കുമായി നാളെ ഇവിടെ സന്ദർശിക്കുമെന്ന് നമ്മുടെ മാധ്യമങ്ങളെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് ജിയുടെ സാന്നിധ്യമാണ്. അദ്ദേഹവും ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരുപാട് അത്തരത്തിൽ ഈ ഭക്തർക്ക് അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത 26-ന്, അതായത് നാളെ 25-ന് ചടങ്ങ് കഴിഞ്ഞാൽ 26-നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രം പൂർണ്ണമായും ഭക്തർക്കായി തുറന്നു കൊടുക്കുക. അതായത് നാളെ കൊണ്ട് ക്ഷേത്രത്തിന്റെ പണികൾ ഏതാണ്ട് പൂർണ്ണമാക്കി കൊണ്ട് 25-ന് ചടങ്ങിന് ശേഷം 26-നാണ് പൂർണ്ണമായും ക്ഷേത്രം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏറ്റവും പ്രൗഢഗംഭീരമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു ക്ഷേത്ര നഗരിയിൽ ആളുകൾ വരുന്ന, വലിയ തോതിൽ ആളുകൾ തീർത്ഥാടകർ പ്രവഹിക്കുന്ന ഒരു സ്ഥലത്ത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയാക്കുന്നു. ക്ഷേത്ര ട്രസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് എല്ലാ ചടങ്ങുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ക്രമീകരണങ്ങളുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയാണ്. അങ്ങനെ ഓരോ തരത്തിലും അയോധ്യയുടെ പ്രൗഢി ഒട്ടും കുറയ്ക്കാതെ ഇവിടെ തീർത്ഥാടകർക്ക് യാതൊരു
അസ്വസ്ഥതകളും ഉണ്ടാക്കാതെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ട് തന്നെയാണ് ഭവ്യ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഒരു നീണ്ട നിര ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഒരുപാട് മാധ്യമങ്ങൾ, ആശ് തക്ക് പോലെയുള്ള ചാനലുകൾ, ഒപ്പം മറ്റേ BBC പോലെയുള്ള ചാനലുകളിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് എന്ന് കൂടി ഓർക്കണം. എല്ലാ രാജ്യങ്ങളിൽ നിന്നും, നമ്മളിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകളെ കാണുന്നുണ്ട്, ഒപ്പം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അതുകൊണ്ട് തന്നെ വലിയ പ്രശസ്തി, വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും 2 ദിവസം നമ്മൾ എന്തായാലും പ്രധാനമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞ് ക്ഷേത്രം പൂർണ്ണമായും ഭക്തർക്കായി തുറന്നു കൊടുത്തതിനു ശേഷം മാത്രമാകുകയായിരിക്കും അയോധ്യയിൽ നിന്ന് പോവുക. അത്രയും മണിക്കൂറുകൾ, അത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്കായി അയോധ്യയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ ഉണ്ടാകും. ഭവ്യ, അതാണ് എന്തായാലും അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ നവംബർ 25, അതായത് മറ്റന്നാൾ ധ്വജാരോഹണം നടത്താനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് എന്നാണ് രഞ്ജിത്ത് രാമേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും. RSS മേധാവി അടക്കം ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടുത്തെ ഒരുക്കങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിയിരുന്നു. ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിലാണ് ധ്വജാരോഹണം നടക്കുക. ക്ഷേത്രമേഖലയാകെ ഇന്നലെ യോഗി ആദിത്യനാഥ് സന്ദർശിച്ചിരുന്നു. പോലീസ് അടക്കം സംവിധാനങ്ങളുടെ മോക്ക് ഡ്രിൽ അടക്കം ഇന്നലെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. കനത്ത സുരക്ഷയിലാണ് അയോധ്യ നഗരമുള്ളത്. കാവിക്കൊടിയേറുന്നതോടുകൂടി നവംബർ 26 മുതൽ ഭക്തർക്ക് ക്ഷേത്രം മുഴുവനായി തുറന്നു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അയോധ്യയെ സംബന്ധിച്ച് വലിയൊരു ഉത്സവാന്തരീക്ഷത്തിലാണ് അയോധ്യ നഗരം ഒന്നാകെയുള്ളത്. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടിയാണ് ഇപ്പോൾ ഈ ധ്വജാരോഹണ ചടങ്ങ് കൂടി നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങ് പൂർത്തിയാകുന്നതോടുകൂടി നവംബർ 26 മുതൽ 25 ധ്വജാരോഹണ ചടങ്ങുണ്ടാകുന്നു. 26-ആം തീയതി മുതൽ കൃത്യമായി ക്ഷേത്രം മുഴുവനായി ഭക്തർക്ക് തുറന്നുകൊടുക്കും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ന്യൂസ് 18 സംഘം അയോധ്യയിലുണ്ട്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് മുതൽ 26-ആം തീയതി വരെ ന്യൂസ് 18 സംഘം അയോധ്യയിലുണ്ട്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. രഞ്ജിത്ത് രാമചന്ദ്രനും ഒപ്പം പ്രശാന്ത് മംഗലശ്ശേരിയുമാണ് അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.